എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് നമ്മൾ തൃശ്ശൂരിൽ നിന്ന് ഊട്ടി വരെ ചെറിയൊരു മോർണിംഗ് റൈഡ് ഇറങ്ങിയതാണ്. അതെ, ചെറുതാണ് കേട്ടോ, വളരെ ചെറിയൊരു മോർണിംഗ് റൈഡാണ്. ഏകദേശം അപ്പ് ആൻഡ് ഡൗൺ 400 കിലോമീറ്ററോളം വരുന്നുണ്ട്. എനിക്ക് നിനക്ക് 80 ഒരു വൺ സൈഡ് 40 അല്ലേ വരുന്നു, അങ്ങോട്ട് വരുമ്പോൾ 160 ഉള്ളൂ. എനിക്കൊരു 400 കിലോമീറ്റർ ഉണ്ട്. വളരെ ചെറിയൊരു മോർണിംഗ് റൈഡ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എങ്ങനെ വന്നു കാര്യങ്ങളൊക്കെ ഇവൻ്റെ വീട്ടിലായിരുന്നു കുറച്ച് ഉച്ചയ്ക്കൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഫസ്റ്റത്തെ ഹെയർ പിന്നാണ് കേട്ടോ. എടാ കല്ലാർ എത്ര ഇതുണ്ട്? കൂന്നൂര് വരെ കൂന്നൂരെത്തി ഊട്ടി എത്തിയാ? കൂന്നൂരെത്തി ഊട്ടി എത്തിയാ? അവിടെ നിന്ന് 18. ഇന്ന് എൻ്റെ അടപ്പ് തെറിക്കുന്നതാണ് ഗൈസ്, നിങ്ങൾക്കതിൽ കാണാൻ പറ്റും. നമ്മൾ 2 MTBയിലാണ് വന്നിരിക്കുന്നത്. അടാ ഹെൽമെറ്റ് ഒന്ന് എടുക്കും. 2 MTBയിലാണ് വന്നിരിക്കുന്നത്. നേരത്തെ പറഞ്ഞോളാം, നമുക്കിപ്പോഴും ഉണ്ടാവും ഒരു ഉണർവ് വന്നേ. നേരത്തെ പറഞ്ഞതുപോലെ ലഗേജും കാര്യങ്ങളൊന്നും കൊണ്ടുപോകണില്ല. എൻ്റെ കയ്യിൽ ഒരു ബാഗ് മാത്രമേ ഉള്ളൂ. അതിപ്പം കുറച്ച് കഴിയുമ്പോൾ ഇടും. ഞാൻ തന്നെ വെടി വെച്ച് വിത്തിടും ഞാൻ. അപ്പോൾ നമ്മൾ ഓരോ റൈഡേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നാണ് പയ്യെ സ്റ്റാർട്ട് ചെയ്യാണ് ഫസ്റ്റത്തെ എയർപിൻ. സോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സെറ്റ് ഗൈസ്, നോക്കി നോക്കാം എങ്ങനെ ഉണ്ടാവും. എനിക്ക് ക്ലൈംബ് വരുമ്പോൾ ആംറ്റോനെ ഓർമ്മ വരും, അവനുണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ. അതിന് പകരം അതിലുണ്ടെന്ന്. യെസ്, പ്രോ ക്ലൈംബർ. പയ്യെ നീങ്ങാട്ടാ. ഓ വണ്ടി ഞാൻ 6 ആക്കായിട്ട് കയറാമെന്ന് വിചാരിച്ചിട്ടാ. അല്ലാണ്ട് എന്നെ കൊണ്ട് കൂട്ടിയേ കൂട്ടില്ല 33 കിലോമീറ്റർ ഒന്നും. ഐ ആം നോട്ട് ദ ബെസ്റ്റ് ക്ലൈംബർ ഗൈസ്. ഐ ആം നോട്ട് ഈവൻ എ ക്ലൈംബർ. ഞാൻ അങ്ങനെ ക്ലൈംബുകൾ ഇഷ്ടപ്പെടാത്ത ആളാണ്. കാണാറുണ്ടോ? താങ്ക് യു. എടാ സബ്സ്ക്രൈബർ ആയിരുന്നു അല്ലേ? ഒരു ലിഫ്റ്റ് ചോദിക്കായിരുന്നു. ഛേ, തമിഴ്നാട്ടില് ജോയലിനെ വിളിച്ചേ? അത് ശരി, ഞാൻ കേട്ടില്ല കേട്ടോ. ഞാൻ ശ്വാസം എടുക്കണതിൻ്റെ ധൃതിയിലായിരുന്നു. നമ്മൾ ഏകദേശം മേട്ടുപാളയത്തിൽ നിന്ന് 11 കിലോമീറ്റർ ചവിട്ടി ഫസ്റ്റത്തെ സ്റ്റോപ്പ് എടുത്തു. അല്ല, മീൻസ് ഇവിടെ കുറച്ച് നേരം ഇരിക്കാം. പ്രോപ്പർ സ്റ്റോപ്പ്. ഐഫോൺ വാങ്ങിയിട്ടുണ്ട്, iPhone 15. ജസ്റ്റ് ഫ്ലെക്സിങ്. ഇതാണ് മെയിൻ ഇത് വരുന്നത്. ഒരു 5 മിനിറ്റ് ഇവിടെ ഇരിക്കും. ബാക്കി എല്ലായിടത്തും 1 or 2 എയർപിൻ കഴിയുമ്പോൾ ടൈമർ വെച്ചിട്ട് കൃത്യം 1 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 2 മിനിറ്റ് മാക്സ് കേട്ടോ, അങ്ങനെ സ്റ്റോപ്പ് എടുക്കാറുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് 11 മിനിറ്റ് എടുക്കാൻ കാരണം നമ്മുടെ ഒതൻറ്റിക് ബട്ടർ ബൺ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അടിച്ചു കയറി ഒത്തൻറ്റിക് ബട്ടർ ബൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബണ്ണും ബട്ടർ മാത്രമേ ഉള്ളൂ. നീ എന്നിട്ടാ പറയണ്ടായിരുന്നേ? ബട്ടർ ബൺ അല്ല, മുന്നത്തേല് ജാമൊക്കെയാണ് ഇതോടെ തരിക. ആ, ഇത് കണ്ട, ഇത് ബട്ടർ ജസ്റ്റ് ബൺ. എന്നാ ഇത് നിന്റെ ഇത് എടുത്തോ. ഓരോന്ന് കഴിച്ചോ. ഇനി എത്ര കിലോമീറ്റർ ഉണ്ടാവും നമ്മുടെ വെള്ളം നിറയ്ക്കാനോ ഫുഡിനൊക്കെ ആയിട്ട്? 6 കിലോമീറ്റർ. അപ്പോൾ കുഴപ്പമില്ല, അപ്പോൾ ഫുള്ള് കഴിക്കുക. അത് മേട്ടുപാളയം ബട്ടർ ബൺ ടയേർഡായതുകൊണ്ട് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടായിട്ടാ. ബട്ടർ ബൺ പൊളിച്ച്. ഒരു ഗസ്റ്റിനെ കിട്ടിയിട്ടുണ്ട്. പേര് ദർശൻ. ബൈക്ക് ഏതാ? ട്രക്കിൻ്റെ പ്രോ കാലിബർ. അടിപൊളി വണ്ടി കേട്ടാ. കാട്ടി കൊടുത്തേടാ.
പ്രാക്ടീസിങ് ആണോ? പ്രാക്ടീസിങ് ബെസ്റ്റ് ടൈം ഏതാ? എത്രയാ പേഴ്സണൽ ടൈം? ഇവിടെ നിന്ന് കൂന്നൂര് இப்போ அப்படி சொல்ல முடியாது. லாஸ்ட் டைம் ஆனாலும் ஆல் டைம் பெஸ்ட் ஆஃப் யூஸ் தெரியலையா? ജോയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു ഞാൻ ഒരു സ്ലോവിലായിരിക്കും, 1-2 എടുത്തിട്ട് പയ്യെ ഞങ്ങളപ്പോൾ 3 പേരും കൂടിയിട്ടാണ് റൈഡ് ചെയ്യണത്. ഇന്നിപ്പോൾ വർക്കിംഗ് ഡേ ആയതുകൊണ്ട് പ്രാക്ടീസ് ചെയ്യാൻ വന്നതാണെന്നാണ് പറഞ്ഞത്. പ്രോ കാലിപ്പർ അതുപോലത്തെ ടയർ വാങ്ങിയിരുന്ന ഹാർട്ടെക്സിൻ്റെ ഇതിൽ എനിക്ക് നല്ല മടി എടുത്തിട്ട് ചവിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. കാരണം ഇത്ര വിലയുണ്ട്, പിന്നെ ഇത് കിട്ടാനും ഭയങ്കര പാടാണ്. അതുകൊണ്ട് സോ ഇനിയൊരു 10-13 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പാലൊക്കെ ഉണ്ടോ കാട്ടിൽ? എൻ്റെ പൊന്നെ, പാലം ഞാൻ എക്സ്പെക്റ്റ് ചെയ്തില്ല. ഓ, എന്തോരം ചവിട്ടിയിട്ടും ബാക്കിൽ നിന്ന് അങ്ങോട്ട് വലിയാത്ത പോലെയാണ് കേട്ടോ. ഓ, എന്തോരം ആഞ്ഞ് ചവിട്ടിയിട്ടേ. സൈക്കിളിൻ്റെ പ്രത്യേകതയാ. അയ്യോ, ബാക്കിലാ ആരോ പിടിച്ച് വലിക്കണ പോലെയാ. ഞാനത് മുന്നും പറഞ്ഞിട്ടുണ്ട്, ബാക്കിൽ പഞ്ചറായിട്ട് ചവിട്ട് എങ്ങനെ ഉണ്ടാവും അതുപോലെയാണ് ഈ സാധനം ചവിട്ടാൻ. കമ്പാരിറ്റീവ്ലി മൂന്നാർ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര വീതി കുറവാട്ടോ. കണ്ട, ഇപ്പം ഞാൻ റൈഡ് ചെയ്യണ കാരണം ആ ലോറി സ്ലോ ചെയ്ത് ആ കാറ് ബാക്കിൽ നിർത്തുന്നുണ്ട് കേട്ടോ. കണ്ട, ഞാൻ നിർത്തി സ്ലോ ആക്കി സൈഡാക്കി കൊടുക്കണം. ഭയങ്കര കൺജസ്റ്റഡ് ആണ്. സുഗമമായി 2 വണ്ടിക്ക് പോകാൻ പറ്റില്ല കേട്ടോ. ചില സ്ഥലങ്ങളിൽ നമ്മളിപ്പോൾ ബാറിലെ എവിടെയോ ഒരു സ്ഥലമുണ്ട്, അവിടെ വെള്ളം നിറയ്ക്കാമെന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. അപ്പോൾ വയനാട് മൂന്നാർ പോലെ സ്പേഷ്യസ് അല്ല റോഡ്, അതിനേക്കാട്ടും കുറവാണ് കേട്ടോ. സുഖമായിട്ടൊരു ലോറിക്ക് കടന്നു പോവാം, അത്രേ ഉള്ളൂ. ബർലിയാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് കേട്ടോ. ഇപ്പോൾ ഓരോ വണ്ടികളും ഇങ്ങനെ നിർത്തിയാണ് പോണത്. നമ്മൾ അടുത്ത സ്റ്റോപ്പ് 2 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ എടുത്തു കേട്ടോ. നമ്മൾ നിന്നോടുന്നത് 2 കിലോമീറ്ററാണ് ഉണ്ടായിരുന്നത്. ബർലിയാർ എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. അവിടെ എന്തോ മാതാവിൻ്റെ എന്തോ ഇതും കാര്യങ്ങളൊക്കെ ഉണ്ട്. പള്ളിയും അമ്പലം അടുപ്പിച്ചാ നിർത്തിയിട്ടാണ് കേട്ടോ പോണത്. ഇവിടുന്ന് ഭയങ്കരമായിട്ട് നിർത്തിയിട്ടാണ് പോണേ. ബസ്സൊക്കെ ഉണ്ടല്ലോ. ഇതായിരിക്കും ആണത് അവിടെ നിന്ന് വരണതായിരിക്കും, മേട്ടുപാളയത്തു നിന്ന് വരണതായിരിക്കും. അപ്പോൾ പോവാ ബനാന വാങ്ങാൻ. അവിടെ ഫ്രഷ് ജ്യൂസും ഇതൊക്കെ ഉണ്ടെന്ന് കേട്ടു. അപ്പോൾ എന്തെങ്കിലും വാങ്ങണം കേട്ടോ. ഫ്രഷ് ജ്യൂസ് എഴുതിയിട്ടുണ്ട്. മാംഗോസിനൊക്കെ ഉണ്ടല്ലോ. അണ്ണാ ഇത് എവ്വളോ? 400 കിലോ പെർ kg 400 രൂപ. ഓ, ഇവിടെ വില കുറവൊന്നുമില്ല അല്ലേ? എടാ ഇവിടെ വില കുറവ് ഏതാ? സോഡ ഉണ്ടോ? എനിക്ക് ഉപ്പിട്ട് സോഡ, നാരങ്ങ വെള്ളം അങ്ങനെ എന്തെങ്കിലും കുടിക്കാം. ഗൈസ്, ഇതാ പോണത് നമ്മുടെ ഓട്ടോറിക്ഷ കേട്ടോ. ഇതാണ് നമ്മുടെ ഓട്ടോറിക്ഷ. നമ്മളത് ഫുള്ള് പിടിച്ച് പോകുന്നതല്ല കേട്ടോ, ജസ്റ്റ് ഒരു പുഷിന് വേണ്ടി പിടിച്ച് പോകുന്നതാണ്. ഭയങ്കരമായിട്ട് മടിയായിട്ടാ. നോക്കുമ്പോൾ ഞങ്ങളെക്കാട്ടും സ്ലോവിൽ ആ ഓട്ടോറിക്ഷ പോകണം കേട്ടോ. അപ്പോൾ വെറുതെ പിടിച്ചതാണ്. അങ്ങനെ ചെയ്യരുത് കേട്ടോ, സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് ഗൈസ്. അങ്ങനെ ചെയ്യരുത്, റിസ്ക് കൂടുതലാണ്.
ഞങ്ങൾ ഒരു നാപ്പ് എടുക്കാൻ, ഒരു പവർ നാപ്പ് ഒന്നും പറയാനില്ല, ജസ്റ്റ് ഒന്ന് ചെറിയ റിക്കവറിക്ക് വേണ്ടി നിന്നതാണ്. ഇനിയും ഉണ്ട് ഒരു 1 കിലോമീറ്റർ കേട്ടോ. ഓട്ടോറിക്ഷ പോയില്ലേ, പോയി. രസമായിരുന്നു കേട്ടോ. ആള് കണ്ടെങ്കിൽ ആൾ തെറി പറഞ്ഞേനെ. ജസ്റ്റ് ഒന്ന് പിടിച്ചപ്പോൾ മൈൻഡ് ചെയ്താൽ തോന്നുന്നു അല്ലേ. ജസ്റ്റ് ഒന്ന് പിടിച്ചിട്ട് അപ്പം തന്നെ വിട്ടു കേട്ടോ. ഞങ്ങളിവിടെ ഈ ടോയ് ട്രെയിനിൻ്റെ ട്രാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൽ കൂടെ ഈ ഒരു ഗ്യാപ്പ് വേണ്ട, ഇത് ടോയ് ട്രെയിനിൻ്റെ ട്രാക്കാണ് കേട്ടോ. ഇനിയൊരു 5 കിലോമീറ്റർ എന്തായാലും ഉണ്ടാവും, 5 കിലോമീറ്റർ ഉണ്ടാവും, 5, 6, 7 കിലോമീറ്ററൊക്കെ ഉണ്ടാവും നമുക്ക് കേട്ടോ ഇവിടുന്ന് കൂനൂർക്ക്. കാട്ടേരി പാർക്ക് കൂനൂര് എത്തണേക്കാട്ട് മുന്നുള്ള ഒരു ലൊക്കേഷനാണ്. എവിടെയുണ്ടോ ടീ സ്നാക്സ്. ഇവിടെ ഒരു പിറ്റ് സ്റ്റോപ്പ് എടുക്കാം കേട്ടോ കാട്ടേരി പാർക്കിൽ. വേറെ ഒന്നുമില്ല, ചായ കുടിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ കുടിക്കാതെ. കാട്ടേരി പാർക്കിലേക്കുള്ള ഇതെന്ത് പാർക്കാടാ, എന്ത് പാർക്കാ? ആ ഫ്ലവർ അങ്ങനത്തെ ഇതുകളല്ലേ. കാട്ടേരി പാർക്ക് ഗൈസ്. ഇവിടെയും ഒരു ഇതുണ്ട് കേട്ടോ. ഇവിടെ നിന്നൊരു 5 കിലോമീറ്റർ ഉണ്ടാവും അല്ലേ കൂന്നൂര്. അവിടെയാണ് നമ്മുടെ ലക്ഷ്യസ്ഥലം. അവിടെയാണ് എനിക്ക് പെട്ടെന്ന് എത്തേണ്ടത്. അവിടെ ഗൂഗിൾ പേ എടുക്കാൻ നോക്കി. ഇവിടെ ഒന്നിനും റേഞ്ച് ഇല്ല കേട്ടോ. നിങ്ങൾക്ക് വരുമ്പോൾ കയ്യിൽ കാശ് കരുതിക്കോളൂ. ഹൈ റേഞ്ച് എൻ്റെ ആകെ 100 രൂപയുള്ളൂ, അവൻ്റെ 100 രൂപയുള്ളൂ. കൂന്നൂര് അവിടെ ഇതുണ്ടാവും പക്ഷേ ഉണ്ടോ? ആ കൂന്നൂർ എത്തണ സ്നാക്സ് എത്താ തീർക്കാം. സ്നാക്സ് ഊട്ടി മിഠായി ഒക്കെ ഉണ്ടല്ലോ, ഊട്ടി സ്വീറ്റ്സ്. സ്നാക്സ് എത്താ തീർക്കാം. ഇവിടെതാ ചുട്ടെടുക്കാം ബജി, ചൂടോടുകൂടി എടുക്കാം. ചൂട് വടയില്ലല്ലോ എൻ്റെ മോനെ. പൊള്ളിയാ വായ പൊള്ളിയാ? ഓ ചൂട് മുളക് ബജി ഒരു രക്ഷയില്ല. പിന്നെ നിങ്ങൾ ഈ ബജി വരുന്നുണ്ടെങ്കിൽ വെള്ളം താഴെ നിന്ന് നിറച്ചിട്ട് വേണം കൊണ്ടുവരേണ്ട, അല്ലെങ്കിൽ ഹോട്ടലുകളിൽ നിന്ന് വെള്ളം നിറയ്ക്കണം. ഈ സാധനം കണ്ടോ, ഈ സാധനം തൂക്കി പിടിച്ച് കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാലോ സൈക്കിൾ ഓടിക്കുമ്പോൾ. അപ്പോൾ ഇങ്ങനത്തെ ഇത് മാത്രമേ കിട്ടുള്ളൂ കേട്ടോ, വലിയ ക്യാനായിട്ട്. മറ്റേ ചെറുതുകളൊന്നും കിട്ടണില്ല. അപ്പോൾ ഞങ്ങൾ കടകളിൽ നിന്ന് ഹോട്ടലുകളിൽ നിന്നാണ് വെള്ളം നമ്മുടെ ബോട്ടിലേക്കൊക്കെ നിറയ്ക്കണം കേട്ടോ. ആ 5 ലിറ്റർ വെള്ളം നമുക്ക് ഇതാണ്. ഇതിന് ഈ ഒരു മാർഗം കൂടി ഉണ്ട് കേട്ടോ. ഇത് ആക്ച്വലി എത്ര രൂപ, 5 രൂപ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 ലിറ്റർ വെള്ളം കിട്ടും. പിന്നെ 2 രൂപ ഇട്ടാൽ 400 ml വെള്ളം കിട്ടും. 1 രൂപ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ 200 ml വെള്ളം കിട്ടും കേട്ടോ. സോ വെള്ളം അങ്ങനത്തെ കുറേ ഓപ്ഷൻസും ഇവിടെ ഉണ്ട്. നിങ്ങൾ 5 ലിറ്റർ വെള്ളം തന്നെ വാങ്ങണമെന്നില്ല. നമ്മൾ ഫുഡ് കഴിച്ച് കാട്ടേരി പാർക്കിൽ നിന്നും മാറി നമ്മൾ കൂനൂർ എന്ന കുന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ലക്ഷ്യമാക്കിക്കൊണ്ട് റൈഡ് ചെയ്യുകയാണ് ഗൈസ്. വേറെ വഴിയൊന്നുമില്ല, ചെയ്യണേ. പക്ഷേ എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ, അടിപൊളിയാണ്. ആ ഒരു കുണ്ടി പെയിൻ ഒഴിച്ചു നിർത്തിയ ബാക്കിയെല്ലാം അടിപൊളിയാണ്. വേറെ അങ്ങനെ മടുപ്പിക്കുന്ന ക്ലൈമ്പൊന്നുമല്ല. കുന്നൂര് ആ സൈഡിലേക്ക് ഇനി അവിടെ നിന്നാണ് എന്താകും സ്ഥിതി എന്നാണ് എനിക്കറിയാത്ത കേട്ടോ. അപ്പോൾ ഇവിടുന്ന് കുന്നൂര് ഭാഗത്തേക്ക് പോകണം. വെള്ളച്ചാട്ടം കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ചതായിരുന്നു. എൻ്റെ ദൈവമേ, ഒരു ഡ്രസ്സ് കട ഫുള്ളുണ്ട് കേട്ടോ. നോക്കിയേ, ഫുള്ള് മലിനമായ ജലം. വെള്ളച്ചാട്ടം ആണെങ്കിലും ഭയങ്കര വൃത്തികേടുണ്ടോ. ഞാൻ അവിടെ നിന്നേ കണ്ടിരുന്നു, പക്ഷേ ഭയങ്കര വൃത്തികേടായിട്ടുള്ള സ്ഥലം കേട്ടോ. നോക്കി നിറച്ച് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ കുന്നൂർ മുനിസിപ്പാലിറ്റിയിലേക്ക് കിടന്നു കേട്ടോ. കുന്നൂർ ടൗൺ പ്ലാസ്റ്റിക് ഫ്രീ
ഡോൾഫിൻ നോസോ ലാം റോക്ക് അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട് കേട്ടോ. ലോസ് ഫോൾ എന്നോ അങ്ങനെ എന്തൊക്കെയാണ് പറയുക ഇതിനെ. വാ ഷേ നിങ്ങൾ നോക്കിയേ റെയിൽവേ പാളം, അത് ഇത്ര ഹൈറ്റിൽ കേട്ടോ. എൻ്റെ മുന്നേ ഭയങ്കര ഹൈറ്റിലാണ്. ഇത്ര ഹൈറ്റിലേ ഷേ പൊളിച്ചല്ലേ. ഇതെങ്ങനെയാണ് കയറി വരണേ? പല്ലില്ലേ അതിന്റെ താഴെ ഒരു മോട്ടർ ഉണ്ടാവും. അത് ആക്ച്വലി അതും ഫോഴ്സ് കൊടുക്കും. വീലും കറങ്ങും. നോക്കിയാ അതുപോലെ ക്ലിപ്പ് ഉണ്ട് കേട്ടോ. എപ്പോഴാണാവോ ഇത് വരണത്? നോക്കിയേ എൻ്റെ മോനെ, അതാ ഇറങ്ങി വരണേട്ടാ. ഷേ ഇത് ഞൂട്ടിയിലേക്കാണോ പോണത്? ആ മേലോട്ടൊക്കെ കയറി പോണേ അല്ലേ? ഓ നമ്മളാ ദീ കൂടെ ചുറ്റിയിട്ടാണ് കറങ്ങിയിട്ട് വന്നേ. ഇത് ദീ കൂടെ കറങ്ങിയിട്ട് വന്നേട്ടാ. ഷേ അടിപൊളി. എന്തായാലും നൈസായിട്ടാ. കാരണം ഇത്ര ക്ലൈമ്പ്, ഇത്ര ഹൈറ്റിൽ ട്രെയിൻ കാണുമ്പോഴേ ഒരു കൗതുകം. ഊട്ടി പെരുത്തങ്ങോട്ട് ഇഷ്ടപ്പെട്ടിരിക്കുന്നു. നോക്കിയേ റോഡിൻ്റെ നടുവിൽ ഡിവൈഡർ ഉണ്ടാവുക. റോഡിൻ്റെ നടുവിൽ മരം നന്നായിട്ട് നല്ല ഭംഗിയുണ്ട്. വേറൊരു വൈബ് തന്നെ കിട്ടുന്നുണ്ട്. കൂന്നൂർക്ക് 2 കിലോമീറ്ററിനുണ്ട് റൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അയ്യോ മോനെ പൊളി. ഇനി ഒരു തണുത്ത വെള്ളത്തിലൊന്ന് കുളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെറ്റായിരിക്കും കേട്ടോ. അമ്മേ അങ്ങനെ ഫൈനലി എത്തി ഗൈസ് കൂന്നൂർ ടൗൺ. കൂന്നൂർ ടൗണിലേക്ക് എത്തിയിട്ടാ. ഇവിടെ ഭയങ്കര തിരക്കുള്ളൊരു ടൗണാണ് കേട്ടോ. ഇത്ര ഞാൻ തിരക്ക് പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇവിടെ വെജിറ്റബിൾസ്, അവിടെ റെയിൽവേ ട്രാക്കിൻ്റെ ഇതും കാര്യങ്ങളും ഇവന് ഞങ്ങളെ കൊണ്ടുപോകണേ. ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പക്ഷേ ഇത്ര തിരക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇവിടെ എല്ലാ തരത്തിലുള്ള കടയും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. അവിടെ എവിടേക്കാടാ? എവിടെ? മുകളിലാ? നല്ലതാണോ? ബിരിയാണി കടയാ? ദൗലത്ത് ഹോട്ടലാ? ദൗലത്ത് ഹോട്ടൽ. നമുക്ക് ബൈക്ക് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതേ ബൈക്ക് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ഹോട്ടലിൽ കയറാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അവൻ കഴിഞ്ഞ വട്ടം കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത്. വെള്ളം കുപ്പി എടുക്കാൻ. അങ്ങനെ കാലത്ത് 6 മണിക്ക് തുടങ്ങിയ റൈഡ് ഒരു പരിസമാപ്തി എത്തിയിട്ടാ. മോനെ ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ക്ലൈമ്പ് ലൈക്ക് ഇന്നലെ യൂണിയും ഒരു 150 കിലോമീറ്റർ ചവിട്ടിയ കാരണം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നല്ല രീതിയിലുണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ ചവിട്ടിയ കാരണം. ഇത് കൊള്ളാലോ. ഇതിൽ കൂടെ സ്റ്റെപ്പ് കയറിയിട്ടാണ് കേട്ടോ. ഈ ഒരു ഇടവഴി കൂടെ പോയിട്ട് ആണ് ഹോട്ടൽ വരുന്നത്. യെസ്, അവിടെ ഒരു ക്ലിനിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചിക്കൻ റൈസ്, ബിരിയാണി, ചിക്കൻ ബിരിയാണി കൊള്ളൂ. ആൾക്കാരാരുമില്ല. ചില്ലി പൊറോട്ട. എനിക്ക് ബിരിയാണി മതി. ബിരിയാണിയോ? 2 ചിക്കൻ ബിരിയാണി. എടാ ഇത് വലിയ ടൗൺ അല്ലേ കൂന്നൂര്? അത്യാവശ്യത്തിന് വലിയൊരു ടൗൺ ആട്ടെ. ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല. ഏതാ ഇനി ഇവിടുന്ന് എത്രയുണ്ട്? 15 18 ഉണ്ട് കേട്ടോ. അത് കുറച്ചുകൂടി വലിയ ക്ലൈമ്പാവുന്ന തോന്നണേ. അറിയില്ല, നോക്കി നോക്കാം. സോ ഫുഡ് കഴിക്കട്ടെ ഗൈസ്. ബിരിയാണി കൊള്ളാട്ടാ. ബിരിയാണി കണ്ടിട്ട് ഇതും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തു. ചിക്കൻ ലെഗ് പീസ് തന്നെയാണല്ലോ. കഴിച്ചോ കേട്ടോ. കുറച്ച് തമിഴ്നാട് ബിരിയാണി ആദ്യമായിട്ടാണ് നീ കഴിക്കുന്നത്. നീ ഇവിടെ ഒന്ന് കഴിച്ചിട്ടില്ലേ? ഇവിടെ ഒന്ന് കഴിച്ചിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ നിന്ന് കഴിക്കുന്നത്. കുഴപ്പമില്ല അത്രേ ഉള്ളൂ. കഴിക്കാൻ പറ്റൂട്ടാ. അപ്പോൾ കുറച്ച് സാലഡ് ഇട്ടിട്ട് ഇപ്പോൾ 12:30 സമയമായിട്ടുണ്ട്. ബാഗ് അവിടെ വെച്ച് ചെറിയൊരു പണിയായോ എന്നൊരു സംശയമുണ്ട്. കാരണം ഇനിയൊരു 15-18 കിലോമീറ്റർ പോവാനുണ്ട് ഊട്ടിയിലെത്താൻ. അപ്പോൾ ഇവൻ ഊട്ടി എത്തിയിട്ട് ബസ്സെടുത്ത്
ആ ബാഗ് തിരിച്ച് കൊണ്ടുവരാനൊരു പ്ലാൻ ഉണ്ട് കേട്ടോ. ഒന്നും തീരുമാനം ഏതാ? രണ്ടുപേരും ഡ്രസ്സ് അതാ. അത് മണ്ടത്തരായിട്ട് ഒരു സ്ഥലത്ത് വെച്ച് പോരരുതായിരുന്നു ആ ഡ്രസ്സിൻ്റെ ബാഗ്. അത് പണിയും ഡ്രസ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഒരു പ്രശ്നമാണ്. എന്തായാലും ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കി പ്ലാനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. എന്തായാലും ഊട്ടിയിലേക്ക് പോകും. കൂന്നൂർ എത്തിയിട്ടുള്ളൂ. ഇപ്പോൾ ഇവിടെ നിന്ന് എന്തായാലും ഊട്ടിയിലേക്ക് റൈഡ് ചെയ്യണം കേട്ടോ. 15 കിലോമീറ്റർ. എന്തായാലും ഫുഡ് കഴിക്കട്ടെ. ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും നല്ല രീതിയിൽ കോട ഇറങ്ങി തുടങ്ങി കേട്ടോ. നല്ല രീതിയിൽ കോട ഇറങ്ങുന്നുണ്ട്. മോനെ അടിപൊളി തണവായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ തണവായി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ആ വന്ന വഴിയൊന്നും ഇപ്പോൾ ഫുള്ള് കോട നിറഞ്ഞിരിക്കുക കേട്ടോ. നമ്മൾ പയ്യെ നോക്കിയേ, ചക്ക നോക്കിയേ, ചക്ക. ഇതിന് മാത്രം ആൾക്കാർ ഇത് എവിടെ നിന്നാണാവോ? ഇത് അത്യാവശ്യത്തിന് ക്ലൈംബും ഉണ്ട്. ഏതാ വഴിയിടാ? എൻ്റെ പൊന്നെ കോട കയറണം നോക്കിയേ. ഊട്ടി മിസ്റ്റ്. ഊട്ടിയിലേക്കുള്ള ബസ്സും കാര്യങ്ങളൊക്കെ, ബസ് സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. കൂന്നൂർ ആ ഭാഗങ്ങളിൽ അടിപൊളി. ഇനി ഇവിടെ നിന്ന് ഒരു 17 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. അവിടെ 17 കിലോമീറ്റർ ഉണ്ട് നമുക്ക് ഇവിടുന്ന് ഊട്ടി ആ സൈഡിലേക്ക്. എന്നിട്ട് ഇന്ന് നമ്മൾ അവിടെ റൂം എടുക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ രാത്രി ചുരം ഇറങ്ങണത് ഭയങ്കര റിസ്ക്കാണ്. കൂനൂരാണ് 3 മണിക്കാണ് ഇവിടെ നിന്നൊരു ട്രെയിനും പുറപ്പെടുന്നുണ്ട്. ടോയ് ട്രെയിൻ ഇവിടുന്ന് പുറപ്പെടുന്നുണ്ട്. നോക്കി നോക്കട്ടാ. എൻ്റെ പൊന്നെ പണ്ടത്തെ ബിൽഡിംഗ് അല്ലേ? ഏതാ? അതികൂടെയും പോകാൻ പറ്റുമോ? പ്ലാറ്റ്ഫോമിൽ കയറിയെന്ന് പറഞ്ഞിട്ട് ടിക്കറ്റ് ഇല്ലാണ്ട് ഇല്ല. വാ അതികൂടെ പോവാം. പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഉള്ള കയറി പാക്കതുക്ക് ഏതാവത് പ്ലാറ്റ്ഫോം ടിക്കറ്റ് കിടക്കുമാന്ന് ചോദിച്ചു നോക്ക്. പ്ലാറ്റ്ഫോം ടിക്കറ്റ് കൊണ്ട് ഇതിട്ട് കയറാട്ടാ. 1:30 സമയം വരുന്നത്. ഇപ്പോൾ ഈ സമയത്ത് ക്ലൈംബ് വന്നതായിരിക്കും അല്ലേ? വന്നതായിരിക്കും. സർ ട്രെയിൻ ഫോട്ടോ എടുക്കുന്നത് പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഏതാவது വേണമോ? ട്രെയിൻ ഫോട്ടോ പ്ലാറ്റ്ഫോം ടിക്കറ്റ് വേണം. ജസ്റ്റ് ഫോട്ടോ എടുക്കുന്നത് പോരാ? അതെ, ജസ്റ്റ് പോയിട്ട് വരാം. ഓക്കെ, പോയിട്ട് വരാം. ഫോട്ടോ എടുത്തിട്ട് പോയിട്ട് വരാമെന്നാണ് കേട്ടോ. അപ്പോൾ പ്ലാറ്റ്ഫോം ടിക്കറ്റ് വേണം. ഇന്ത്യൻ റെയിൽവേ പോലെ തന്നെയാണ് കേട്ടോ. ഇന്ത്യൻ റെയിൽവേ പോലെ തന്നെ പ്ലാറ്റ്ഫോം ടിക്കറ്റ് വേണം. ഞാനിപ്പോൾ ഇതിലൊരു ജസ്റ്റ് ഒന്നൊരു അല്ലടാ, നമ്മുടെ റെയിൽവേയിലുള്ള അതേ റൂൾ തന്നെയാണ്. പ്ലാറ്റ്ഫോം ടിക്കറ്റ് കാര്യങ്ങളൊക്കെ വേണം. ഞാൻ എന്തീ പറയണേ? അതെ, കൂനൂർ 2 ഫോട്ടോ എൻ്റെ എടുക്കും. കൂനൂർ അടിപൊളിയായിട്ട് കേട്ടോ. ഇതാണ് എൻജിനും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇത് ഊട്ടിയിൽ നിന്ന് തിരിച്ച് വരണതാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഊട്ടിയിൽ നിന്ന് തിരിച്ച് വന്നിട്ടുള്ളതാണെന്ന് തോന്നുന്നുണ്ട് ഈ ട്രെയിനും കാര്യങ്ങളൊക്കെ. ഡു നോട്ട് ക്ലൈംബ്. കാർത്തിക് സൂര്യ ഇതിൽ എവിടെയോ ക്ലൈംബ് ചെയ്തിട്ടാണ് ഒരു പണി കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഇതാണ് ഗൈസ് ഊട്ടിയിലെ ടോയ് ട്രെയിൻ. ടിക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നാണ് നോക്കിയത് തന്നെ. ഐഫോൺ ഓണേഴ്സിന്റെ പ്രശ്നം. എല്ലാവർക്കും ഐഫോൺ മതി. എൻ്റെ ഒരു ഫോട്ടോ എടുത്ത്. അപ്പോൾ അങ്ങനെ ടോയ് ട്രെയിൻ എത്തിയിരിക്കുകയാണ്. കൂണൂർ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഏതെങ്കിലും ഒരു സ്ഥലം എങ്കിലും കാണണ്ടേ? നമ്മൾ ടോയ് ട്രെയിൻ കണ്ടിട്ടുണ്ട്. എന്തായാലും കൊള്ളാം ഗൈസ്. വേഗം ഇറങ്ങാട്ടോ, അല്ലെങ്കിൽ ടിക്കറ്റ് ചോദിക്കുമ്പോൾ. ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു. ഇത് എൻജിൻ ബാക്ക് സൈഡിൽ. ഇത് ഊട്ടിയിലേക്ക് പോണതാണെന്നുകൊണ്ട് കേട്ടോ. ഊട്ടിയിലേക്ക് പോണതാണെന്നുകൊണ്ട്. എടാ ഇതിലിപ്പോൾ ആരും ഇല്ലല്ലോ. ടിക്കറ്റും കാര്യങ്ങളും കിട്ടുമോ ഇനിയിപ്പോൾ? ഊട്ടി ഇതിലേക്ക് കയറ്റി കൊണ്ടുപോകാൻ പറ്റുമോ അറിയില്ല കേട്ടാ. ഗ്രീൻ സിഗ്നൽ കാട്ടിയിട്ടുണ്ട്. ഇത് സെക്കൻഡ് ക്ലാസ് റിസർവ്ഡ് സെക്കൻഡ് ക്ലാസ് കേട്ടോ. അത് ഫസ്റ്റ് ക്ലാസ്. സാർ ഇത് ഊട്ടിയിലേക്ക് പോറുക? മേട്ടുപാളയം പോകണം. അവിടേക്ക് പോയിട്ട് വരാം. സ്റ്റീം എൻജിൻ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ അങ്ങിരുന്ന് വന്ന് ഇത് ടിക്കറ്റ് കിടക്കുന്നത് കഷ്ടം എന്താണ്? ഓൺലൈൻ വെയിറ്റിംഗ് ലിസ്റ്റ് എടുക്കുമോ? വെയിറ്റിംഗ് ലിസ്റ്റ് ആർക്കും ടിക്കറ്റ് ഇല്ല? കിട്ടും, ഫ്രീ ടിക്കറ്റ് പെട്ടെന്ന് കിട്ടുമെന്ന് പറഞ്ഞേട്ടാ. അത്ര ഇതൊന്നുമില്ല. ഏതാടാ ഫസ്റ്റ് ക്ലാസ്? സെക്കൻഡ് ക്ലാസ്? അതെ, അത് സെക്കൻഡ് ക്ലാസ്. റിസർവ്ഡ് സെക്കൻഡ് ക്ലാസ്. ആ ഇതാണ് ഫസ്റ്റ് ക്ലാസ്. റിസർവ്ഡ് ഫസ്റ്റ് ക്ലാസ് കേട്ടോ. ഓ ഇവിടേക്ക് കിട്ടി കഴിഞ്ഞാൽ പൊളിക്കൂല്ലേ? ട്രെയിൻ ഇങ്ങനെ പോകും, ഇങ്ങോട്ട് പോകും. മേലോട്ട് കയറി പോവും. അടിപൊളി.
നൈസ് നൈസ് ഗൈസ്, അടിപൊളി. അവിടെ പുകയെടുക്കണത് കണ്ട, അതാണ് സ്റ്റീം എഞ്ചിൻ വരുന്നത് കേട്ടോ. പുകയെടുത്ത് പോകുന്നുണ്ട്. എൻ്റെ മോനെ പൊളിച്ചു. രസമുണ്ടല്ലേ കാണാൻ? അടിപൊളിയാ. അതുകൂടി എടുത്തു കഴിഞ്ഞാൽ സാറ് പറയും പയ്യെ നീക്കോന്ന് പറയും കേട്ടാ. അത് കണക്ട് ചെയ്തിട്ട് സ്റ്റീം എഞ്ചിൻ, മറ്റേത് ഡീസൽ അങ്ങനെ കൊണ്ടിട്ടാ. മറ്റേ ട്രെയിനിന്റെ കുറെ പ്രാന്തന്മാരുണ്ട് കേട്ടോ. എന്റെ പൊന്നെ, അത് വിട്ട് പോണത് നോക്കിയേ. സീൻ പൊളി. നമുക്ക് ഇവിടുന്ന് പയ്യെ ഇറങ്ങാം. സാറ് ജസ്റ്റ് ഒന്ന് കയറി കണ്ടോ, പ്ലാറ്റ്ഫോം ടിക്കറ്റ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് വിട്ടതാണ് കേട്ടോ നമ്മളെ. അതുപോലെ തന്നെ ഇവിടെ നല്ല അർബൻ ഫ്രീ റൈഡ് വീഡിയോനൊക്കെ പറ്റിയ കുറേ സ്ഥലമുണ്ട് കേട്ടോ. ഞാൻ ആക്ച്വലി ആദ്യം സൈക്കിളിൽ റൈഡ് വന്നിട്ട് നോക്കും ഇവിടെ എന്തൊക്കെയുള്ള കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞ് സൈക്കിൾ പാക്ക് ചെയ്ത് വന്നിട്ട് നോക്കും. അപ്പോൾ ഒരു ഐഡിയ കിട്ടും കേട്ടോ എവിടേക്ക് എന്തൊക്കെയാന്ന്. കാരണം ഏറ്റവും കൂടുതൽ സൈക്കിളിലാണ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുക ഗൈസ്. അപ്പോൾ കൂന്നൂരിനോട് ഇവിടെ പറഞ്ഞുകൊണ്ട് നമ്മൾ പോവുകയാണ് ഊട്ടി അഥവാ ഉദകമണ്ഡലം. സീനാവോ? ഞാൻ വേഗം ചവിട്ടിപ്പോട്ടെ ഏട്ടാ. കാറാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. എൻ്റെ ദൈവമേ, എൻ്റെ പൊന്നെ, എന്നടാ കാട്ടുപോത്ത് സ്പോട്ടിട്ട് ഇതല്ലാട്ടാ. ഷോ, അതൊരു ഒന്നൊന്നര ഫീലായിരുന്നു. കാട്ടുപോത്ത് 11 കിലോമീറ്റർ ഉണ്ട്. കാട്ടുപോത്ത് വഴിയിലുണ്ടാവുമെന്ന് വിചാരിച്ചില്ല. അതിനെ പിന്നാലെ ഒന്ന് കുത്താൻ വരാണെങ്കിൽ പെട്ടെന്ന് എത്തിയേനെ 11 കിലോമീറ്റർ. നാട്ടിൽ പട്ടി ഊട്ടിയിൽ കാട്ടുപോത്ത്. ദാറ്റ്സ് എ ഡിഫറൻസ്. അങ്ങനെ ഫൈനലി സക്സസ്ഫുള്ളി പ്രൗഡിലി വേണമെങ്കിൽ നമുക്ക് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ സൈക്കിളിൽ എവിടം വരെയൊക്കെ പോയിട്ടുണ്ടെന്ന് ചോദിക്കുന്നവർക്ക് പറയാൻ ഒരു സ്ഥലം കൂടിയുമായി ഗൈസ്. ഊട്ടി ഫൈനലി, ഊട്ടി അഥവാ ഉദകമണ്ഡലം ഗൈസ്. എൻ്റെ മോനെ, ഇവിടെ ഒരു മെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഇവിടെ ഓരോ സ്ഥലങ്ങൾ എവിടെയാണ് ചീപ്പായിട്ട് റൂമും കാര്യങ്ങളൊക്കെ കിട്ടാന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് കബാബ് റെസ്റ്റോറൻറ്റ് അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. കബാബ് കോർണർ. പിന്നെ ഇവിടെ ഒരു കോട്ടേജാണ് എടുത്തിരിക്കുന്നത്. ബഡ്ജറ്റ് 800 രൂപയാണ് കേട്ടോ. SR കോട്ടേജ്, ഡ്യൂലക്സ് റൂം ഒക്കെ എഴുതിയിട്ട് ഒരു ഇത് വെച്ചിട്ടുണ്ട്. മറ്റവൻ ഇവിടേക്ക് കയറി പോയിട്ടുണ്ട് കേട്ടോ. ഗൈസ്, ഇതാണ് കേട്ടോ ഞങ്ങളുടെ അടുത്ത റൂം. 850 രൂപയ്ക്ക്. ക്യാമറയ്ക്ക് കോട നിറഞ്ഞിട്ടാന്ന് തോന്നുന്നുണ്ടാ. ഒരു മങ്ങല് ഇല്ലേ, ചെറുതായിട്ട് കോട നിറഞ്ഞിട്ടാ. വായന്നൊക്കെ കോട പോണ്ടിട്ടാ. വായന്നൊക്കെ കോട പോണ്ട്. അപ്പോൾ ഇന്നാണ് നമ്മുടെ ഫസ്റ്റത്തെ വ്ളോഗ് വരുന്നത് കേട്ടോ. ഊട്ടി ട്രിപ്പിൻ്റെയും കാര്യങ്ങളൊക്കെ. ഇതാണ് കംഫർട്ടായിട്ടുള്ള ബെഡാണെന്നാണ് എൻ്റെ വിശ്വാസം. അതുപോലെ തന്നെ ഇവിടെ ചെറിയൊരു ടോയ്ലറ്റും ബാക്കി സംഭവങ്ങളും കാര്യങ്ങളൊക്കെ 7 മണിക്ക് ഇതും കാര്യങ്ങളൊക്കെ വരും. കുഴപ്പമില്ല. അതിൻ്റെ ഇടയിൽ നമ്മൾ എന്താ ഉണ്ടായിരുന്നു? ബാഗ് എവിടെ വെച്ചേ? മണ്ടത്തരയാ. എന്നിട്ട് മേട്ടുപാളത്തിൽ നിന്ന് എന്താ ചെയ്യണേ? ബസ്സിൽ അയച്ചു വിട്ടിട്ടുണ്ട്. അപ്പോൾ 5:15 ആ ബസ് ഇവിടെ എത്തും. 100 രൂപ കൊടുത്തിട്ട് ഞങ്ങളുടെ ബാഗ് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഒന്ന് കുളിച്ച് ഫ്രഷായി റെഡി ആയിട്ട് പുറത്തേക്ക് ഇറങ്ങണം. എനിക്ക് ഊട്ടിയുടെ സിഗ്നൽ, ലൈക്ക് ഊട്ടി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം എനിക്ക് കിട്ടി.
അത് വ്ളോഗിൽ കാട്ടിയിട്ടില്ല. വ്ളോഗിൽ അത് കാട്ടാനുള്ളൊരു മാനസികാവസ്ഥ പെട്ടെന്ന് ഉണ്ടായില്ല. അതെ, ഊട്ടി എന്ന് പറഞ്ഞിട്ട് അതെയോ, ഊട്ടി എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെറിയൊരു റീൽസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഊട്ടി അതിൻ്റെ മുന്നിൽ ഒന്നുകൂടി പോയി ഫോട്ടോ എടുക്കണം. ഇനി ടൗണിൽ എത്തിയിട്ടില്ല. ടൗണ് ഇവിടെ നിന്ന് 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ അങ്ങനെ ഉണ്ട് ടൗണിലേക്ക്. 2 കിലോമീറ്റർ ഉണ്ട് അല്ലേ, 2 കിലോമീറ്റർ ഉണ്ട് ടൗണിലേക്ക് കേട്ടാ. പൊളിച്ച് ഗൈസ്, സക്സസ്ഫുള്ളി നമ്മൾ ഊട്ടിയിലെത്തി. ഉങ്ക പേരെന്നെ ഉങ്ക പേരെന്നെ? ഞാൻ ഇങ്ക പോലീസ് സ്റ്റേഷனுக்கு கூப்பிடுறேன். ജോയൽ അമ്മയാ? എന്റെ മോളെ ഫൈനലി അമ്മേനെ പ്രാങ്ക് ചെയ്യാൻ നോക്കിയതാണ്. ഫൈനലി ഊട്ടി എത്തി ഗൈസ്. ഊട്ടി ഉദകമണ്ഡലം അല്ലടാ? അതെ, ഞാൻ ഉലകാന്നൊക്കെ പറയണ്ടായിരുന്നു കേട്ടാ. എന്റെ പൊന്നെ, ഇനി സൈക്കിളിലേ ഇനി ആരെങ്കിലും ചോദിക്കുകയാണെങ്കിലേ എങ്ങടൊക്കെ പോയെന്ന് ചോദിക്കുകയാണെങ്കിൽ ഓൾ കേരള പോയി, ഗോവ പോയി, വയനാട് പോയി, മൂന്നാർ പോയി, വാഗമണ് പോയി, ഹൈദരാബാദ് പോയി. എൻ്റെ ഊട്ടി പോയി ഇപ്പോ സീൻ. ഞാൻ സംസാരിക്കട്ടെ കേട്ടോ. ഞങ്ങളൊന്ന് ടൗണിലേക്ക് ഇറങ്ങിയിട്ടില്ല. 1 കിലോമീറ്റർ ഉള്ളൂ. അതാ ഹെൽമെറ്റ് വയ്ക്കാത്ത കേട്ടാ. എൻ്റെ പൊന്നെ, അടിപൊളി വൈബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വായനൊക്കെ പുക വരുന്നുണ്ട് കേട്ടോ. ഇവിടെ 15 16 കേട്ടോ ഡിഗ്രി വരണേ. 15 താഴും ഊട്ടി. നിങ്ങൾ വെതറിന് ഊട്ടി ഒന്ന് അടിച്ചു നോക്കിയാൽ മതി കേട്ടാ. എൻ്റെ മോനെ ആക്സിസ് ബാങ്കും കാര്യങ്ങളെല്ലാം ഉണ്ട്. തിരിച്ച് ഹോട്ടലിലേക്ക് നല്ലൊരു ക്ലൈംബ് ഉണ്ട് കേട്ടാ. എനിക്ക് ഒരു പരിവാവുന്നതുകൊണ്ട് ഇവിടെ പിന്നെ ഓയോ ബൈക്ക് റെൻ്റൽ, ഇവിടെ ബൈക്ക് റെൻ്റലും ഇപ്പുറത്ത് മഹീന്ദ്രയുടെ ഇതും കാര്യങ്ങളൊക്കെ ഉണ്ട്. പറ്റുകയാണെങ്കിൽ നാളെ കാലത്ത് ടോയ് ട്രെയിനിൽ കയറണമെന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബുക്കിങ്ങിന് വേണ്ടിയിട്ട് കൗണ്ടറിലേക്ക് ഒന്ന് പോകണം. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ആയിട്ടാണ്. പിന്നെ ബാഗ് വാങ്ങണം. ഗൈസ്, അവിടെ നോക്കി എല്ലാ പോലെ തട്ടായിട്ടുള്ള സ്ഥലം കേട്ടാ. നമ്മളിപ്പോൾ എവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ബസ് സ്റ്റാൻഡ് വരണത് കേട്ടോ, ഊട്ടി ബസ് സ്റ്റാൻഡ്. ഈ ബസ് സ്റ്റാൻഡിലാണ് നമ്മുടെ ഇതുള്ളത്. നമുക്ക് എന്തായാലും തണലത്ത് നിൽക്കാം. ഏതാ? ആ, ഇവിടെ എവിടെയെങ്കിലും നിൽക്കാട്ടോ. അണ്ണ കോഫി എടുക്കാം, 2 കോഫി. ഇതാണ് ബസ് സ്റ്റാൻഡ് വരുന്നത്, ഊട്ടി ബസ് സ്റ്റാൻഡ് ഗൈസ്. നമ്മൾ ബൈക്കും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. നോക്കിയാ അതിന്റെ മേലേക്കുണ്ട് കേട്ടോ. ദൈവമേ, അതിന്റെ മേലേക്കുണ്ടാ സീ. അതിന്റെ മേലെ ടോപ്പിലൊക്കെ ഉണ്ട്. 20ാമത്തെ ഒറ്റ ചവിട്ടോട്ട് സൈക്കിൾ ഓടി. എത്രാം തൊട്ടാ? നോർമലായിട്ട് കുറെ വന്നിട്ടുണ്ട്. ആദ്യമായിട്ടാണ് സൈക്കിളിൽ വരുന്നത് കേട്ടോ. ഔട്ടിങ് കുറെ ഇത് കേട്ടോ. എന്റെ മോനെ കിട്ടില്ല കേട്ടാ. നല്ല തണവ്. ആ പ്ലാസ്റ്റിക്കിന്റെ സാധനം ഇട്ടാ റെയിൻകോട്ട്. ഫസ്റ്റ് ടൈം ഊട്ടി ക്ലൈംബ് അത്ര കുഴപ്പമില്ല. ക്ലൈംബ് നമ്മൾ റെസ്റ്റ് എടുത്ത് സാവധാനമാണ്. കാലത്ത് 6:30. എത്ര മണിക്ക് സ്റ്റാർട്ട് ചെയ്തേ? 6:30 സ്റ്റാർട്ട് ചെയ്തതാണ്. നമ്മള് ഏകദേശം എത്ര മണിക്ക് തരാം? 7 കാലത്ത് 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു. എപ്പോഴാണ് തിരിച്ചെത്തിയത്? ഇവിടെ എത്തിയത് ഒരു 3:30. 3:30 ആയപ്പോ എത്തിട്ടെ. 5 മണിയായി. അത് നോക്കണ്ട, 3:30 ആയപ്പോ എത്തിട്ടാ. കോഫി ഗൈസ്, താങ്ക്സ് അണ്ണാ. എന്നടാ മോനെ, ബെസ്റ്റ് വൈബ് എവർ ഗൈസ്. ബെസ്റ്റ് വൈബ്. എൻ്റെ മോനെ, ഇത്ര തണവത്ത് കോഫി പോയി. ഞങ്ങള് അവിടെ നിന്ന് പോന്നു. നമ്മളിപ്പോൾ ഫുഡ് വാങ്ങാൻ വേണ്ടിയിട്ട്, പാഴ്സൽ വാങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിരിക്കുകയാണ് കേട്ടോ. ഒരു ഹോട്ടലിൽ വന്നിരിക്കുകയാണ്. ഇവിടെ കുറച്ച് ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ കാലത്ത് വൈകുന്നേരമൊക്കെ ചിക്കനായിരുന്നു. ചിക്കൻ വാങ്ങണില്ല, അതിന് പകരം ചപ്പാത്തിയും പൊറോട്ടയും അതുപോലെ തന്നെ മുട്ടക്കറിയും അങ്ങനെ ഉള്ളതും വാങ്ങാമെന്ന് വിചാരിച്ചിട്ടാ. ഇപ്പോഴും ചിക്കൻ കഴിച്ച് കഴിഞ്ഞാൽ പോണ്ടതൊക്കെ സുഖില്ലാണ് പോകാൻ. അപ്പോൾ വെജ് കഴിക്കാന്ന് വിചാരിച്ചിട്ട് പൊറോട്ട കുറേ നാളെ കഴിച്ചിട്ട്. ഓക്കെ അല്ലേ പൊറോട്ട? നാളത്തേക്കുള്ള ബ്രെഡ് വാങ്ങാൻ കാലത്ത്. ബ്രെഡ്, പഴം, ചോദനയ്ക്ക് നല്ലതാണ് ബ്രെഡ് പഴമൊക്കെ. അപ്പോൾ ബ്രെഡ്, പഴം വാങ്ങണം. പിന്നെ എന്തെങ്കിലും സ്നാക്സ് വാങ്ങണം. രാത്രി ഇറങ്ങാൻ നിൽക്കണില്ല കേട്ടോ. രാത്രി ഇറങ്ങാൻ നിൽക്കണില്ല, കാരണം ടയർഡാണ് ഒന്നാമത്. ഒന്ന് തണുത്ത വെള്ളത്തിൽ കുളിക്കണം കേസ്. പുറത്തും നടന്നു അകത്തും നടന്നു കേട്ടോ. അപ്പം എല്ലാ മസിൽസിൻ്റെ സോർമസും ഭയങ്കരമായിട്ട് ഐസ് വാട്ടർ ബാത്ത്. ഐസ് വേണമെന്നില്ല കേട്ടോ. ഇവിടെ ഭയങ്കര രക്ഷയില്ല, അടിപൊളി. ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങി. ഇവിടെ KFC ഒക്കെ ഉണ്ട് കേട്ടോ. KFC ഉണ്ട്, ചിക്കൻ ഉണ്ട്. KFC അതിൻ്റെ അപ്പുറത്തുണ്ട്, കണ്ടില്ല? ഒരു ഗുദാമി കൂടെ കയറി പോയിട്ടാണ്
അപ്പോൾ ഞങ്ങളിവിടെ ചിപ്സ് കഴിക്കാൻ അതിൻ്റെ ക്രേവിങ്സ് കഴിച്ചു. അപ്പോൾ ഇവിടെ കുറേ ചിപ്സ് ഇങ്ങനെ വെച്ചോണെന്ന് കണ്ടുട്ടാ. വീട്ടിൽ വന്നിട്ടെങ്കിൽ എന്താണെന്നറിയില്ല, കുറച്ച് ഇതായിട്ടുള്ള ക്രേവിങ്സ്. അപ്പോൾ 100 ഗ്രാം 50 രൂപ. അപ്പോൾ ഇത് കഴിക്കാൻ വേണ്ടി ഇവിടെ വന്നിട്ടുണ്ട്. എന്തായാലും കൊള്ളാം. പിന്നെന്താ, അതെ ബൈക്കും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. എൻ്റെ ബൈക്ക് അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. A to B എല്ലായിടത്തും കാണുന്നു കേട്ടോ. A to B ഫുഡ് ഞങ്ങൾ പൊറോട്ടയും ഇത് നേരത്തെ പറഞ്ഞല്ലോ വാങ്ങിയത്. ഇനിയിപ്പോൾ എന്തായാലും ചിപ്സ് കൂടി വാങ്ങിയിട്ട് നാളത്തെ ഫുഡ് വാങ്ങണം. നാളെ കാലത്തേക്കുള്ള ഫുഡ് വാങ്ങണം. ബ്രെഡും പഴവും വാങ്ങണം. അത് കിട്ടിയില്ല. അപ്പോൾ ചിപ്സ് കൂടി വാങ്ങിയിട്ട് പയ്യെ വിടാമെന്ന് വിചാരിച്ചു കേട്ടോ. ഫൈനലി നമ്മൾ റൂമിലെത്തി. റൂമും കാര്യങ്ങളൊക്കെ എടുത്ത് ഫുഡ് വാങ്ങി എല്ലാം വാങ്ങി. ഇനി റെസ്റ്റ് എടുക്കുക. നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഊട്ടിയിലേക്ക് വരാം കേട്ടോ. കോയമ്പത്തൂർ സ്റ്റേ ചെയ്യുക. അല്ലെങ്കിൽ അടുത്ത 2 ദിവസം 3 ദിവസമൊക്കെ ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് വരാം. 2 ദിവസം ഉണ്ടെങ്കിൽ തൃശ്ശൂരിൽ നിന്നാണെങ്കിൽ ഞാൻ പറഞ്ഞോണം മേട്ടുപ്പാളയം ഒന്ന് സ്റ്റേ ചെയ്യാൻ. നല്ല ഹോട്ടൽസ് ഒന്നും ഇല്ല. 140 കിലോമീറ്റർ ആണ് തൃശ്ശൂരിൽ നിന്നുള്ളത്. അതിനുശേഷം മേട്ടുപ്പാളയത്ത് നിന്ന് കാലത്ത് 6 മണിക്ക് എണീറ്റ് ഫുഡും കഴിച്ച് അവിടെ നിന്ന് ചവിട്ടി തുടങ്ങാം അല്ലേ. സിമ്പിളായിട്ട് പരിപാടി തീർക്കാവുന്നുള്ളൂ കേട്ടോ. ഊട്ടി ട്രിപ്പൊക്കെ അങ്ങനെ ബക്കറ്റ് ലിസ്റ്റിൽ നമ്മുടെ സൈക്ലിംഗ് യാത്രയുടെ ലിസ്റ്റിൽ ഊട്ടി ട്രിപ്പ് പോണി കയറിയിട്ടുണ്ട്. സ്റ്റേ ട്യൂൺ. കിടിലൻ വ്ളോഗുകൾ വരാനുണ്ട്. നാളെ 50 കിലോമീറ്റർ. എത്ര കിലോമീറ്റർ ഉണ്ട്? 50-60 കിലോമീറ്റർ ഡൗൺ ഹില്ലാണ് കേട്ടോ. അതിൽ കുറെ ഓഫ് റോഡിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട്. സ്റ്റേ ട്യൂൺഡ്. നാളെ വെള്ളിയാഴ്ചയിലത്തെ വീഡിയോ ആയിരിക്കും നിങ്ങൾ മിസ് ചെയ്യാതെ കാണണ്ട കേട്ടോ. ഡൗൺ ഹിൽ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർ എല്ലാ വീഡിയോയും കാണാം. ഇവൻ ആ വീഡിയോ കണ്ടോണ്ടിരിക്കാൻ കേട്ടോ. അപ്പോൾ ഇന്ന് തിങ്കളാഴ്ച, ഇന്ന് 6 മണിക്ക് ഇട്ടത്. സോ സ്റ്റേ ട്യൂൺ ഗൈസ്. ഹാപ്പി അടിപൊളി സ്റ്റേ ട്യൂൺ. അടിപൊളി ബ്ലോഗായിട്ട് കാണാം. ബൈ.